ഓരോരുത്തർക്കും ഓരോരുത്തരായ കാഴ്ചപ്പാടും മറുപടിയും. ചില പാവങ്ങളോടുള്ള കാരണം, സാമൂഹ്യ സേവനം ഒക്കെ ഓരോരുത്തരും അവരുടേതായ ചിന്തകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിധിയാണുള്ളത്. എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് പ്രഭാത ചെല്ലുന്നതിൻ്റെ പൊതുജനപ്രശ്നമാണ്. സത്യം അച്ഛന്മാരെങ്ങനെ നീ പാട്ട് പാടുന്നു, പ്രഭാത അർപ്പിക്കണമെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ പ്രഭാത അർപ്പിക്കണം എന്നൊരാഴമായ ചിന്തയുള്ളത് കൊണ്ടാണ് എൻ്റെ ഒബ്ജക്ഷൻ പറയാനുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഒബ്ജക്ഷൻ. ദൈവം ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി വിശുദ്ധ പ്രഭാത അർപ്പിക്കുക, ബലിയായി തീരാൻ. തീർച്ചയായും ഇന്നത്തെ വിശുദ്ധ പ്രഭാത അർപ്പിക്കണോ ആ ഒരു അനുഭവത്തിൽ തന്നെ അത് പ്രധാനമായ അനുഭവം ഉണ്ടെങ്കിലും തീർച്ചയായും ഇവിടെ മോസ്റ്റോളം ലിറ്റർജിയെ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ഒരേ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതോട് പറയുന്ന ആഴത്തിൽ അത് അനുഭവിക്കാനായിട്ട് കഴിയുന്നു. തീർച്ചയായും ഈ ഒരു ദിവസം യാദൃശ്ചികമായിട്ടൊന്നുമല്ല, തന്ത്രാന പ്രതിരോധമല്ല, ഒന്ന് യാദൃശ്ചികമല്ല, എങ്കിൽ പോലും മനുഷ്യ പ്രതിരോധിച്ചിരിക്കുന്നത് യാദൃശ്ചികമാണ്. ഇന്ന് ഇങ്ങനെ വിശുദ്ധ അർപ്പിക്കാൻ അവസരം കിട്ടുമെന്നൊന്നും ഞങ്ങൾ 3 പേര് സത്യത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ അത് സംഭവിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഈ അരുവി ഒഴുകുന്ന വചനം അത് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പൗലോസിന്റെ സെൻപോളിനെ നമുക്ക് ചേർത്താണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ 5:22 എന്താണ് ഒഴുകേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ജീവജലത്തിന്റെ അരുവി. അരുവി എന്താണെന്ന്, ഒഴുകുന്നത് എന്താണെന്ന് നമുക്കറിയാം. ജലമാണ് ഒഴുകുന്നത്. ഒഴുക്കുള്ളത് വിശുദ്ധീകരിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരിക്കലും ശുദ്ധമല്ല. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരിക്കലും ശുദ്ധമല്ല. ശുദ്ധമായ ജലം ഒഴുക്കുള്ളത്തെ ഉറവകൾക്ക് മാത്രമേ, ഒഴുകുന്ന വെള്ളത്തിന് മാത്രമേ ശുദ്ധതയുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ശുദ്ധതയില്ല. സുവിശേഷത്തിൽ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഒഴുകേണ്ടത് എന്താണെന്ന് ഗലാത്യ 5 നമ്മൾ കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ ഈ ആത്മാവ് എന്താണ് മുതൽ ഒഴുക്കപ്പെടുന്നത്? സ്നേഹം മുതൽ എന്ന് തുടങ്ങുന്നത്. സ്നേഹം മുതൽ ആരംഭിക്കും. അപ്പൊ എന്നിലൂടെ ഒഴുകേണ്ടത് സ്നേഹമാണ്. എന്നിലൂടെ ഒഴുകേണ്ടത് ആത്മസംതൃപ്തിയാണ്. എന്നിലൂടെ ഒഴുകേണ്ടത് കരുണയാണ്. എന്നിലൂടെ ഒഴുകേണ്ടത് ആത്മനിയന്ത്രണമാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ ജീവിക്കുന്നുണ്ടാവും. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കും പ്രവർത്തിയും ജീവജലത്തിന്റെ അരുവി ഒഴുകുന്നത് പോലെ ഈ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ഇല്ല, നമ്മളെല്ലാം ഉള്ളിൽ ആത്മാവുണ്ട്. അതായത് മാമോദീസായുടെ ഈ ദൈവിക ജീവനെ സഭ ഇങ്ങോട്ട് മേടിച്ചതിൻ്റെ ഉള്ളിലേക്ക് തരും. ദൈവത്തിന്റെ ആത്മാവിനെ മാമോദീസയുടെ സമയത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, മാമോദീസ നോക്കുന്നു എന്ന് പറഞ്ഞ് ജ്ഞാനസ്നാന അഗ്നിയുടെ ശിരസിൽ കുരിശാലയിൽ ദൈവത്തെ വിളിച്ച് വിശുദ്ധ ജലം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്ന ഇതാണ്, ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് സഭ മധ്യസ്ഥനാകുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തരിക, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതാണ് മാമോദീസയിൽ സംഭവിച്ചത്. ഇനി ഓരോ കൂദാശയിലേക്ക് ഈ ഒട്ടിച്ചേർത്ത് വെച്ച ആത്മാവിനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് തരിക. ഓരോ കൂദാശയിലൂടെ അതാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി. ഇതാണ് മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്. നമുക്കറിയാം, കർഷക കുടുംബത്തിൽ നിന്ന് വന്നവരുടെ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കും. റബ്ബർ തൈ ഏതിനാണ് നല്ലതെന്ന് ചോദിച്ചാൽ ബഡ് തൈകളാണ് നല്ലത്. റോസ് ഏതെന്ന് ചോദിച്ചാൽ ബഡ് റോസുകളാണ്. കട്ട റോസ് ഉണ്ട്, ബഡ് റോസ് ഉണ്ട്, അല്ലെങ്കിൽ നാടൻ റോസ് ഉണ്ട്, ബഡ് റോസ് ഉണ്ട്. നാടൻ മരങ്ങളുണ്ട്. റബ്ബർ പല ഭാഗം നമുക്കറിയാം, എൻ്റെ പല ഭാഗം നമുക്കറിയാം. നാടൻ റോസ്, ബഡ് റോസ്, 35, 44 ഇങ്ങനെ പറഞ്ഞ് വിവിധതരം മരങ്ങളുണ്ട്. 100 തൈ റബ്ബർ തൈ വെക്കുന്നത് കർഷകരാണ്. പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് പാകി ഒരു മുളം വെച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ അതിൻ്റെ താഴത്തുണ്ടിൽ നിന്ന് ഒരു സ്വല്പം തൊലി അളത്തി മാറ്റി നല്ല ഇനം മരത്തിന്റെ തോല നമ്മൾ ചേർക്കും. ഇതാ റബ്ബർ ബഡ് ചെയ്യാൻ പറയുന്നത്. ഇത് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കുഴിയെടുത്ത ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഇവിടെ കുഴിച്ചു.
പിറ്റേ ദിവസം തൊട്ട് ഈ കർഷകൻ 100 ചോദ്യങ്ങളാണ്. പിറ്റേ ദിവസം പിറ്റേ ദിവസം മുതൽ ഇയാൾ ചെയ്യുന്ന കാര്യം ഈ തട്ട നേടില്ല അതിനെ ചോദ്യങ്ങളാണ്. തട്ട നേടിയ ചോദ്യങ്ങൾ തടഞ്ഞു എന്തിനെന്ന് വെച്ചാൽ 2 ലക്ഷ്യമാണ്. ഒന്ന്, ഇത് മുളയ്ക്കുന്നുണ്ടോ അറിയാം. 2, എവിടുന്ന മുള പൊട്ടിക്കുന്നു ഇല്ലേ നമുക്ക് അറിയാം. പെട്ടെന്ന് മുള പൊട്ടുന്നത് ഒറിജിനൽ തണ്ടല്ല, തായ്തണ്ടിൽ നിന്ന് പെട്ടെന്ന് മുള കരുത്തോടെ വരുന്നതാണ് ഇല്ല. കരുത്തോടെ വളർന്നത് തായ്തണ്ടിൽ നിന്ന് പൊട്ടുന്ന മുള. പക്ഷെ ഈ കരുത്തോടെ വളരുന്ന മുള ഇദ്ദേഹം ഈ കർഷകൻ ഞുള്ളിക്കളയും. എന്നിട്ട് കരുത്ത് പറഞ്ഞ ഈ ബഡിൽ നിന്ന് പൊട്ടിയത് മാത്രമല്ല, തായ്തണ്ടിൽ നിന്ന് പൊട്ടുന്ന മറ്റൊന്നും അത് നിർത്തിയാൽ നിർത്തട്ടെ. മാമോദീസായുടെ സംഭവിക്കരുത്. എന്റെ ഉള്ളിൽ എന്റെ ആത്മാവുണ്ട്, തമ്പുരാന്റെ ആത്മാവിനെ വിളക്കി ചേർക്കുക. ഇനി ധാരണ പറയുന്നത് എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിലൂടെയല്ല, ഈ ആത്മാവിൽ നിന്നുള്ള അതാ സുവിശേഷം പറഞ്ഞത്. എന്റെ ഉള്ളിൽ മാമോദീസായോടെ ഒട്ടിച്ചേർക്കപ്പെട്ട ആത്മാവ് ജീവജലത്തിന്റെ അരുവിയായി ഒഴുകണം. ആ ഒട്ടിച്ചു വെച്ച ആത്മാവിൽ നിന്ന് ഫലം ഉണ്ടായാലേ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ. അതാ സുവിശേഷം നമ്മളെ പറഞ്ഞത്. ഇന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന ജീവജലത്തിന്റെ അരുവികൾ ഇതൊക്കെ ഈ ആത്മാവിന്റെ കാര്യം. ഇതൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റു കോടാനുകൂടി ജനങ്ങളിൽ നിന്നും ഈ കൂദാശയിലൂടെ, മാമോദീസായ കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവിനെ ഇളക്കി വെച്ചിട്ട് സഭ നമ്മളോട് പറയാം, നീ ഫലം പുറപ്പെടുവിക്കുക, നീ ഫലം പുറപ്പെടുവിക്കുക. ഈ ഫലം പുറപ്പെടുവിച്ചതിന്റെ അളവ് ഒരു ദിവസമുണ്ട് എന്ന അവസാന നിമിഷത്തിൽ ഒരു അളവെടുക്കാൻ പറ്റും. എവിടെ നിന്ന് ഫലം പുറപ്പെടുന്നത്? ഞാൻ തായ് തന്നിരുന്നു, അല്ലെങ്കിൽ ഞാൻ ബഡ് ചെയ്തിരുന്നു എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനോട് ചേർത്ത്, എന്നിട്ട് ഫലം പുറപ്പെടുവിച്ചു. അതാ റോമ 8 പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ മരിച്ചവനും നിറപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ. ഇങ്ങനെയല്ല, ഈ ആത്മാവാണ് നമുക്ക് കണ്ടത്. യേശു ക്രിസ്തുവിനെ മരിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവൻ നിറപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളിലും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആത്മാവ് ഇങ്ങോട്ട് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പ്രധാന നമുക്ക് ഇനി കുറച്ചേരം പ്രാർത്ഥിക്കാം. അത് വലിയ മണ്ടത്തരം, അത് വലിയ മണ്ടത്തരം. എല്ലാം ഉണ്ട് ഈ പ്രധാനങ്ങൾ ഇല്ലേ. എനിക്കത് ഒരു വലിയ എക്സ്പീരിയൻസ് ഞാൻ അനുഭവിച്ചുകൊണ്ട് പ്രധാന ഞങ്ങളൊക്കെ ആ വരവോ നിങ്ങളുടെ പ്രധാനത്തെ പ്രാർത്ഥനയും ദൈവം എല്ലാവരും സമർപ്പമായി. പരിശുദ്ധാത്മാവ് സമർപ്പിക്കാം.
പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ സമയത്ത് ശ്രീവ ഒന്നാം ശുശ്രൂഷയെ ഏൽപ്പിക്കും. കാർമികനെ ഏൽപ്പിക്കും. കാർമിക ശുശ്രൂഷയെ ഏൽപ്പിക്കും. പേജ് 47 ഓഫീസർ. കാർമികർ ഈ നാട്ടിന്റെ അടുത്ത് വന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വയമായി വിശുദ്ധ ഗ്രന്ഥം വഹിക്കുന്ന ശുശ്രൂഷകളെ മതപരമായി നിന്ന് ജനങ്ങൾക്ക് അഭിമുഖമായി കാർമികർ ഈ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് അൾത്താരയിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ അഭിഷിക്തങ്ങളുമായ കൈകളാൽ ധരിച്ചുവിട്ടതായ പരിശുദ്ധ കർത്തവ്യാസംഗം ദൈവസ്വഭാവത്തിനായ വിശ്വാസികളുടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സദാശരീരത്തിലെ സവിശേഷ